നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോകാറുണ്ട് അല്ലേ? വഴിപാടുകൾ കഴിക്കും, ഭണ്ഡാരത്തിൽ കാശിടും, എന്നിട്ട് ഭഗവാൻ മുന്നിൽ നിന്ന് നമ്മുടെ സങ്കടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നിരത്തും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ സ്വർണവും പണവും വലിയ വലിയ മന്ത്രങ്ങളുമാണോ ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ പഠിച്ച വലിയ വലിയ തിരുമേനിമാർക്ക് പോലും കഴിയാത്ത ഒരു കാര്യം വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ചെയ്ത കഥയാണ്. ഗുരുവായൂരപ്പന്റെ കല്ലിലുള്ള വിഗ്രഹത്തെക്കൊണ്ട് സാക്ഷാൽ ഭഗവാനെക്കൊണ്ട് നേരിട്ട് ചോറുണ്ണിച്ച നെന്മിനി ഉണ്ണിയുടെ കഥ. ഈ കഥ കേട്ട് തീരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞില്ലെങ്കിൽ ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്തോ കുറവുണ്ടെന്ന് ഉറപ്പിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായിരുന്നു നെന്മിനി നമ്പൂതിരി. അദ്ദേഹത്തിന് 7 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു, ഉണ്ണി. അച്ഛനെപ്പോലെ വലിയ മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒന്നും ഉണ്ണിക്കറിയില്ല. അവൻ ഭഗവാൻ എന്ന് വെച്ചാൽ തന്റെ കൂടെ കളിക്കാൻ കൂടുന്ന ഒരു കൂട്ടുകാരൻ മാത്രമാണ്. ഒരു ദിവസം നെന്മിനി നമ്പൂതിരിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. ഉച്ചപൂജയ്ക്കുള്ള സമയമായി. വേറെ ആരുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്റെ 7 വയസ്സുകാരനായ മകനെ വിളിച്ച് ഒരു പാത്രത്തിൽ ചൂടുള്ള നിവേദ്യച്ചോർ കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണി, നീ ഈ ചോർ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് കണ്ണാ ഈ ചോറുണ്ണു എന്ന് പറയണം. ഭഗവാൻ അത് കഴിച്ചോളും. ഇത്രയും പറഞ്ഞ് അച്ഛൻ പോയി. നിഷ്കളങ്കനായ ഉണ്ണിയുടെ മനസ്സിൽ അച്ഛൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായിരുന്നു. അവൻ ആ ചോറുപാത്രവും പിടിച്ച് സന്തോഷത്തോടെ ശ്രീലകത്തേക്ക് നടന്നു. ഉണ്ണി ശ്രീലകത്ത് കയറി വിഗ്രഹത്തിന് മുന്നിൽ ആ ചോർ വെച്ചു. എന്നിട്ട് കണ്ണനെയൊന്ന് തൊഴുതിട്ട് പറഞ്ഞു, കണ്ണ, വേഗം ചോറുണ്ണു, എനിക്ക് കളിക്കാൻ പോകണം. അവൻ കണ്ണടച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ചോർ അവിടെ തന്നെയുണ്ട്. ഒരു വറ്റ് പോലും കുറഞ്ഞിട്ടില്ല. ഉണ്ണിക്ക് സംശയമായി. അവൻ വീണ്ടും പറഞ്ഞു, കണ്ണ, എന്താ ഉണ്ണാത്തത്? ഭഗവാൻ അനങ്ങുന്നില്ല. ഉണ്ണിയുടെ ഉള്ളിൽ പേടി തുടങ്ങി. ചോറിൻ ചൂട് കൂടുതലായതുകൊണ്ടാണോ കണ്ണൻ ഉണ്ണാത്തത്? അവൻ സ്വന്തം വാരിയെല്ലുപോലുള്ള കൈകൾ കൊണ്ട് ആ ചോർ വിശറിക്കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടും ഭഗവാൻ ഉണ്ണുന്നില്ല. ഉണ്ണി വിചാരിച്ചു, താൻ കുളിച്ചതിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായിട്ടാകും ഭഗവാൻ ഉണ്ണാത്തതെന്ന്. അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, കണ്ണാ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ എന്താ എന്റെ ചോറുണ്ണാത്തത്? സമയം കടന്നുപോയി. ഉണ്ണിയുടെ സങ്കടം വലിയൊരു പൊട്ടിക്കരച്ചിലായി മാറി. അച്ഛൻ വരുമ്പോൾ ഈ ചോർ കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലും കണ്ണ. നീ ഉണ്ണാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. അവൻ അവിടെ കിടന്ന ഒരു ചൂരൽ വടിയെടുത്ത് സ്വന്തം കാലിൽ അടിക്കാൻ തുടങ്ങി. കണ്ണാ, നീ ഉണ്ണു, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ അടിക്കും. ഉണ്ണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ആ ചോറ്റിലേക്ക് ഇറ്റിറ്റു വീണു. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ആ വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. കല്ലിലുള്ള ആ വിഗ്രഹത്തിൽ നിന്നും സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. ഉണ്ണിയുടെ അടുത്തേക്ക് വന്നിരുന്ന് ആ കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് ആ ചോർ മുഴുവൻ ഭഗവാൻ വാരിയുണ്ടു. ഉണ്ണിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞപ്പോൾ ആ ചോർ മുഴുവൻ കഴിച്ച് ഉണ്ണിയെ ഒന്ന് ചേർത്തുപിടിച്ച് ഭഗവാൻ വീണ്ടും വിഗ്രഹത്തിലേക്ക് തന്നെ മറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നെന്മിനി നമ്പൂതിരി മടങ്ങി വന്നു. നോക്കുമ്പോൾ നിവേദ്യത്തിന്റെ പാത്രം കാലിയാണ്. സാധാരണഗതിയിൽ നിവേദ്യം ഭഗവാന് മുന്നിൽ വെച്ചതിനു ശേഷം അത് പ്രസാദമായി പൂജാരിമാർ തന്നെയാണ് എടുക്കാറുള്ളത്. കാലിയായ പാത്രം കണ്ട് നമ്പൂതിരി കോപത്തോടെ ചോദിച്ചു, എടാ, ഭഗവാന്റെ പ്രസാദം നീ എടുത്തു തിന്നോ? ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലച്ചാ, ഞാൻ പറഞ്ഞപ്പോൾ കണ്ണൻ നേരിട്ട് വന്ന് മുഴുവൻ തിന്നു. ഇത് കേട്ടതും നമ്പൂതിരിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഭഗവാനോ? കല്ലിലുള്ള വിഗ്രഹം ചോറുണ്ണുമോ? കള്ളം പറയുന്നോ നീ എന്ന് ചോദിച്ച് ഉണ്ണിയെ അടിക്കാൻ നമ്പൂതിരി കൈയോങ്ങി. ആ നിമിഷം ശ്രീലകത്തിന്റെ ഉള്ളിൽ നിന്നും ക്ഷേത്രം മുഴുവൻ മുഴങ്ങുന്ന രീതിയിൽ ഒരു അശരീരി മുഴങ്ങി. അവനെ അടിക്കരുത്. വർഷങ്ങളായി നീ ചൊല്ലുന്ന മന്ത്രങ്ങളൊന്നും എന്റെ വയറു നിറച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അവനെന്റെ മുന്നിലൊഴുക്കിയ ആ കണ്ണുനീരുണ്ടല്ലോ, അത് എന്റെ വയറും മനസ്സും നിറച്ചു. ആ ചോർ ഞാൻ തന്നെയാണ് ഉണ്ടത്. ഇത് കേട്ട് നമ്പൂതിരിയും ക്ഷേത്രത്തിലുള്ളവരും കണ്ണു നിറഞ്ഞ് കൈകൂപ്പി താഴെ വീണുപോയി. സുഹൃത്തുക്കളെ, ഇതാണ് യഥാർത്ഥ ഭക്തി. ഭഗവാന് നിങ്ങളുടെ പണമോ സ്വർണമോ നിങ്ങളുടെ വലിയ വലിയ ജാടകളോ ആവശ്യമില്ല. ഉണ്ണിയെപ്പോലെ നിഷ്കളങ്കമായി എന്റെ കണ്ണ എന്ന് നെഞ്ചിൽ തട്ടി ഒരു തവണ വിളിച്ചാൽ മതി. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ടാകും. ഈ കഥ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ ചെറിയൊരു നനവോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യാതെ നിങ്ങൾ പോകരുത്. എത്ര യഥാർത്ഥ ഭക്തർ ഈ വീഡിയോ കണ്ടു എന്ന് എനിക്കറിയണം. ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.